അപ്പോൾ രാവിലെ തന്നെയാണ് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിന്. ഭയങ്കര തണുപ്പാട്ടാ. തണുപ്പ് വെച്ചാൽ നമ്മളെ കർണാടകത്തിലെ അനുസരിച്ചിട്ട് അത്ര തണുപ്പൊന്നുമില്ല. അതെ, ഇവിടെയുള്ളവർക്ക് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ച് വെച്ചാൽ നമുക്കൊന്ന് ഈയിടയ്ക്ക് നമ്മൾ പറഞ്ഞിനേനല്ലോ നമ്മളെ ലീനേച്ചിൻ്റെ ഒരു സർജറി വേണം. അതെ ഹാർട്ടിന് ഒരു ഹോള് എങ്ങനെയാന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ അതിൻ്റെ സർജറിൻ്റെ ഇന്ന് ചെക്കപ്പിന് പോകണം. ചെക്കപ്പ് വെച്ചാൽ ഇതിനിടയ്ക്ക് എന്തെല്ലോ ചെക്കപ്പ് ആക്കിന്. അപ്പോൾ ഇന്ന് വെച്ചാൽ സർജറി ചെയ്യേണ്ടത് ഡേറ്റും കൊടുക്കും. അപ്പോൾ അതിലിടയ്ക്കുള്ള 2 മണിക്കൂറിൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ട് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാണ്ട് കുടിക്കാണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കഴിക്കാണ്ട് പോകണം, രാവിലെ തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി 10 മണി മുതൽ ഒന്നും കഴിക്കാൻ പാടില്ല പറഞ്ഞിന്. ഇനി അങ്ങനെ വെള്ളം കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 6 മണിക്കൂർ കാത്തു നിൽക്കണം ആ ടെസ്റ്റ് ആദ്യം നടത്തണമെങ്കിൽ, അങ്ങനെ പറഞ്ഞിനേനു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാം പോകാൻ വേണ്ടിയിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ രശ്മിയേട്ടന് ഇന്ന് ഇപ്പോൾ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. അവന് കഴിഞ്ഞ 5-ാമത്തെ ദിവസം കാണിക്കാൻ പറഞ്ഞിനേനു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓനെയും കൂട്ടി നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. വലിയേച്ചിയും വരുന്നുണ്ട്, റാണിയേച്ചി. അപ്പോൾ റാണിയേച്ചിനെയും കൂട്ടണം, ലീനേച്ചിനെ അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാം. ഇന്ന് രാവിലെ തന്നെ കുറച്ച് വേഗം പോകേണ്ടത് കൊണ്ട് നമ്മളിന്ന് ദോശയാണ് ആക്കുന്നത് കേട്ടോ. ദോശ സാധാരണ ദോശയാണ്, പക്ഷേങ്കിൽ ഇന്ന് വെച്ചാൽ അവിൽ കൂട്ടിയിട്ടാണ് നമ്മൾ ദോശ അരച്ചത്. സാധാരണ ചോറ് കൂട്ടിയിട്ടാണ് അറക്കൽ. അപ്പോൾ അവിൽ കൂട്ടുമ്പോൾ വേറൊരു രസമാണ് ഈ ദോശക്ക്. അതിന് ശേഷം നമ്മളിപ്പോൾ അവിലാണ് കൂട്ടൽ. അപ്പോൾ എൻ്റെ ചെറുത് എണീച്ചേട്ടാ. പോണ്ടേ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? മോനെ കാണിക്കുകയും വേണല്ലോ. അതെ, കുഴപ്പമൊന്നുമില്ല, കുറവുണ്ട്. മോളെയും കൊണ്ട് ആസ്പത്രിയിൽ പോകാൻ വേണ്ടി കീഴലാന്ന്, മക്കള് തിരക്ക് വീട്ടിലാന്ന്. അപ്പോൾ കുഞ്ഞിനെ ഇന്ന് കാണിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഓനെയും കൂട്ടി ഇവളും മോനും എല്ലാം കൂടി പോക്കാന്ന്. എൻ്റെ മൂത്ത മോളുണ്ടാവും, അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ പോയി വാങ്ങും മക്കളെ. അപ്പോൾ രാവിലെ എണീച്ചാൽ മുറ്റത്തിട്ട സമയങ്ങളിൽ നടക്കും. ഇന്ന് അതിനൊന്നും സമയമില്ല, എന്നാലും കുറച്ചൊന്ന് എണീച്ചിട്ട് ഇതാ അടയിലാക്കണ്ട. അതൊരു കിളിയാണ്. സമയമില്ല, വന്നിട്ട് കളിക്കാൻ നോക്കാം. പോവാല്ലേ? എനിക്കും പോണ്ടിയാന്ന് വന്ന് കഴിഞ്ഞാട്ടെ. നമ്മളെല്ലാരും മാറ്റി കഴിഞ്ഞു, പോവാ. ഏട്ടനും വരുന്നുണ്ട്, ഉക്കുളിലാക്കണ്ട ഏട്ടനെ. മേലേക്ക് പോലെ അപ്പൊ നിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചെറിയ അനിയത്തിക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഓളെയും കൂട്ടിയിട്ട് ആസ്പത്രിയിലേക്ക് പോയിന്ന്. ഇവനിട് കള്ളി പുച്ചാരോ അതട്ടാ ഇറങ്ങി ഓടാനെല്ലാം നോക്കുന്നുണ്ട്. അബിനെ കുറച്ച് ദിവസമായി കാണാതെ. അബി ഇപ്പൊ ഹുണ്ടായിന്റെ ട്രെയിനിങ്ങിലാണ് എല്ലാത്തുള്ള കേട്ടോ, വണ്ടീൻ്റെ എല്ലാം. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ പോയ വൈകിട്ട് എത്തല്ലോ. ഇന്ന് അച്ഛൻ അങ്ങോട്ടേക്ക് വരുമല്ലേ? അച്ഛൻ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വരും. പിന്നെ അങ്ങോട്ട് വണ്ടിയിൽ പോയിട്ടുള്ളത് അങ്ങോട്ടേക്ക് വരാം. നമ്മൾ പോകുമ്പോഴത്തേക്ക് അമ്മ പോയി ഇറങ്ങാന്നാല് നമ്മള് ചേച്ചീൻ്റെ വീട്ടിലൊന്ന് ചേച്ചിനെ കൂട്ടി ഇരുന്ന് ഇറങ്ങുവാണ്. ലിസ്റ്റും കാര്യമൊക്കെ അതല്ലേ എടുത്തിട്ടുണ്ട്. നമ്മള് അന്നോർക്ക് പോയിന്ന് തോന്നുന്നു. ഞാൻ പാടുന്നതിന് എടുക്കായിട്ട് അവനും പാടുന്നുണ്ട്. കുഞ്ഞോ എന്റെ കണ്ണീലി പ്രക്കുണ്ട് പോലുമേ വാവോടിത്തമ്പാനേ എൻ്റെ ഒരു കുഞ്ഞീനെ തൊട്ടിയിലിട്ടാട്ടണോ മറ്റൊരു കുഞ്ഞീനെ ചിരട്ടയിലിട്ടാട്ടണോ. അത് നമ്മള് വീട്ടിലെ അമ്മ പാടുന്നൊക്കെ ഇങ്ങനെ
പണ്ട് ശ്രീരാഗിനെല്ലാം ഉറക്കുന്ന സമയത്ത് അമ്മ ഉറങ്ങിയ കുട്ടി പാടലുണ്ട്, അല്ല അമ്മ പാടിയ കുട്ടി ഉറങ്ങലുണ്ട് കേട്ടാ. ശ്രീരാഗിനെ എന്തെല്ലോ അമ്മ എല്ലാം നാട്ടിപ്പാട്ട് പാടുന്ന പോലെ കുഞ്ഞിനെ ഉറങ്ങുന്ന എല്ലാം. അമ്മക്ക് പോകാനുണ്ടല്ലോ കുഞ്ഞുമോനെ, എൻ്റെ മോനുറങ്ങിയാലേ അമ്മക്ക് പോകണ്ടേ, എന്തെല്ലോ പറയാമോ കുഞ്ഞ് പണിയല്ലേ, അങ്ങനെയെല്ലാം പറഞ്ഞ് പാടുന്നേക്കാം. ആ പാട്ടിലൂട്ട് അമ്മ എല്ലാം പറയും. കുഞ്ഞോനുറങ്ങിയാലേ അമ്പേനെ മേക്കണ്ടേ, അത് തോറ്റിട്ടോനെ ഉറങ്ങിന്ന് പറയാം. അങ്ങനെ ഉറക്കി ഇതിനേക്കാളും ഇല്ലാളെ നമ്മൾ ഉറക്കിയിട്ടില്ലേ, ഇവരുടെ അച്ഛനവരെ ഉറക്കിയല്ലേ നമ്മള്. ആശുപത്രിയിലേക്ക് പോയെന്ന് പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം. അത്രേ ഉണ്ടാവും എനിക്കറിയാം, എന്നാലും പ്രാർത്ഥിക്കണം. കുഴപ്പമൊന്നുമില്ല. ആദ്യം ഒരു വർത്താനം പറയുമ്പോൾ ഒരു എന്താ പറയുക സംസാരം ക്ലിയർ ആവാത്ത പോലെ ഉണ്ടായിന്. അപ്പോൾ പിന്നെ നെറ്റ് ഇങ്ങനെ കയറി വരുന്ന പോലെ എനിക്ക് ഫസ്റ്റ് അങ്ങനെ തോന്നിന്, നെറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്ന പോലെ. അപ്പോൾ അതെല്ലാം വിചാരിച്ച് എന്തെങ്കിലും ചെറിയ ഇതായിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പിന്നെ നോക്കുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒറ്റപ്പെടി സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവാത്ത പോലെ. കൈ നോക്കുമ്പോൾ കൈക്കൊരു ബലക്കുറവ്, കൈക്കും ആ ഒരു ഭാഗത്തെ കൈക്കും കാലിനും ഒരു ശക്തി കുറവ്, കാലിനൊരു ശക്തി കുറവ്. പക്ഷെ അത് ശ്രദ്ധിക്കുന്നുണ്ടായില്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് അമർത്തി ഇതാക്കി നോക്കുമ്പോൾ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയാണ്. അങ്ങനെയാണ് നമുക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ചെറിയൊരു തരിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുക, വേഗം ചെക്ക് ചെയ്യുക, എന്നാൽ നോക്കുക. അത് എന്നാലേ മനസ്സിലാവില്ല. വലിയ ഇത് വരുന്നത് ചെറുതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മാറ്റാൻ പറ്റും. വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് മാറ്റാൻ പറ്റും. അതെ, അത് സ്ട്രോക്കിന്റെ ലക്ഷണം പോലെ എന്നാണ് പറഞ്ഞത്. അതുപോലത്തെ ലക്ഷണം തന്നെയാണ് ഉണ്ടായിന്. പക്ഷെ എല്ലാവരും ഇങ്ങനെ ചെറിയ ഇതെല്ലാം വരുമ്പോൾ കാണിക്കാണ്ട് നിൽക്കും. ആ രാവിലെ പോവാ അല്ലെങ്കിൽ നാളെ പോവാ, എന്തെങ്കിലും മരുന്ന് കുടിക്കുക, അങ്ങനെ ചെയ്യുക. സംസാരിക്കാൻ പറ്റാതെ നോക്കുമ്പോൾ ഞാൻ അപ്പോൾ ഏച്ചിനെ വിളിക്കുമ്പോൾ ഏച്ചി നീ എന്നാ ഇങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ ലേഖേച്ചിനെ വിളിച്ചു. പിന്നെ എൻ്റെ രാജുവേട്ടനെ വിളിച്ചു. അത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ എല്ലാവർക്കും നീ ഇങ്ങനെ വർത്താനം പറയുന്നത് എനിക്കെന്നാ എന്നിങ്ങനെ ചോദിച്ച്. അപ്പോൾ അപ്പടി ബിജു വന്നു. അപ്പോൾ നമ്മള് അപ്പോൾ മിംസിലേക്ക് പോവായിരുന്നില്ലേ, വേഗം വന്നു, വേഗം അവിടെ എത്തി. അപ്പടന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളവിടെ എത്തിയിന്. ആ സമയത്ത് എത്തിയത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ പറ്റി. MRI സ്കാൻ എടുത്തു. വേഗം എത്തണമെന്ന് പറഞ്ഞു. അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ് വേഗം. അപ്പൊ പിന്നെ ഒന്നും നോക്കാണ്ട് സ്പീഡ് പോയി വേഗം ഹോസ്പിറ്റലിൽ പിടിക്കുക എന്നുള്ളതുകൊണ്ട് പാഞ്ഞാടെ എത്തിച്ചുകൊണ്ട് അവര് പറഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ചിലപ്പോൾ സ്കാനിങ് നമ്മൾ സാധാരണ ഇവിടെ പോയി സ്കാനിങ് ചെയ്യാൻ പോകണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തരിപ്പിൻ്റെ ഇതായിട്ട് അതതിൻ്റെ ലക്ഷണം അത്രയും സ്പീഡിൽ എത്തുന്നു, അത്രയും സമയം അവിടെ കിട്ടുകയും. അതുകൊണ്ട് ഇങ്ങനത്തെ തരിപ്പ് ഇങ്ങനത്തെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ മാക്സിമം വേഗം എത്തുക. അന്നേരം ഇഞ്ചക്ഷൻ അടിച്ചാൽ തന്നെ സ്ട്രോക്കിൻ്റെ അതിന് എന്തൊരു ഇഞ്ചക്ഷൻ അങ്ങനെ വേണ്ടു, അപ്പം തന്നെ ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡ് തളർന്നു പോലും അങ്ങനെയുള്ള ആയിട്ട് വരുന്നത് അങ്ങനെയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ചേച്ചി ഇത് പറഞ്ഞ ഉടനെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞ് പറഞ്ഞിടത്തോളം ഇത് കേട്ടിട്ട് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്, നിങ്ങൾ ഉടനടി അവരുടെ എത്തിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെയോട് ഞാൻ ലേഖിച്ചുണ്ടായിന് പാഞ്ഞ് നമ്മളുള്ള കൂടി ഇവിടെ രാജോട്ടിന് പറഞ്ഞു വന്നു പാഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ച്. അപ്പോൾ അവർ പെട്ടെന്ന് എത്തിയോണ്ട് കുഴപ്പമില്ല ഇതായിന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് 2 ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവർക്ക് അന്നെ മാത്രമല്ല ഇങ്ങനെ ഹാർട്ടിനൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അതെല്ലാം മറ്റേതെല്ലാം ക്ലിയർ ആയി. ഇപ്പോൾ ഹാർട്ടിൻ്റെത് കാണിക്കാനൊക്കെ പോകുന്നു നമ്മൾ. അപ്പോൾ അത് ഒരു 2 ആഴ്ചത്തോളമായി, 2 ആഴ്ചയല്ല 3 ആഴ്ചത്തോളമായി മരുന്നിങ്ങനെ അയക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ വീട്ടിലങ്ങനെ ഇതായി. അതിന് ശേഷം മോൻ ഹോസ്പിറ്റലായി. അതിന് ശേഷം ഇന്നിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോകുന്നു. അതിലിടയ്ക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മളെ മോൻ്റെ ഒരു ബർത്ത്ഡേ വന്നതിനായിരുന്നു. അത് നമ്മൾ കുട്ടികളല്ലേ, ഒരു സന്തോഷം എന്നുള്ളതുകൊണ്ട് നമ്മളൊരു വീട്ടിൽ നിന്ന് അങ്ങനെ വേറെ ആരും വിളിച്ചിരുന്നില്ല. നമ്മൾ കേക്ക് മുറിക്കലും ഇന്നലെ ആക്കിയിട്ട് ഇന്നലെ കുറേ ദിവസം ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ നമ്മളങ്ങനെ ഒരു കേക്ക് മുറിക്കലും ചെയ്തിട്ട് ഇന്നലെ ഓൻ്റെ ഒരു സന്തോഷം നമ്മൾ പങ്കിട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നാരായണ അമ്മ മയ്യിൽ അമ്മമ്മേടിയാ അമ്മമ്മേന്റെ വീട് എവിടെയാ? മട്ടന്നൂര്. ആ ബന്ധുക്കൾ അപ്പുറം ഉണ്ട് കേട്ടോ. അവര് സ്കാനിങ്
ഇവിടെ ഇങ്ങനെ എക്കോൻ്റെ ഏച്ചീനൊക്കെ എത്തിയിട്ടുണ്ട്. ഓ എപ്പം വേണമല്ലേ? എപ്പം ഗുളിക വേണം, എന്നാൽ അത് വേറെ ഗുളിക മാറ്റി. ആ ഹാ ഹാ. അപ്പോൾ അവിടെ എക്കോൻ്റെ ഏച്ചീനൊക്കെ എത്തിയിട്ടുണ്ട്. അടുത്ത മയ്യില് മയ്യില അമ്മ. അപ്പോൾ ഇല്ല വന്നപാടാന്ന് വയ്യ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. അമ്മമ്മയായിട്ട് നമ്മൾ വിഷം പറയുന്ന കേട്ടോ. അമ്മമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മമ്മേനെ പോലെ തന്നെ, നമ്മളെ അമ്മമ്മ എങ്ങനെയാണ് അതുപോലെ തന്നെയല്ല കേട്ടോ. അമ്മമ്മ ഓരോന്നിങ്ങനെ പറയുന്നത്. നമ്മൾ ചേച്ചീനെ ആടെ കയറ്റിയിട്ടുണ്ട്. ഇത് എക്കോ 3. ഇവർ നമ്മളെ കുട്ടീൻ്റെ വീഡിയോ അന്നേരം ഹോസ്പിറ്റലിൽ കണ്ടിട്ട് ഓരോ അനുഭവങ്ങൾ പറയണതാണ്. ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരും തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കില്ല. ഇവരെ മക്കളും എല്ലാവരും തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. എല്ലാവരും തൊട്ട് മുട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു മിനിറ്റ് നിന്നിട്ട് ഇപ്പുറത്തേക്ക് മാറിയതാണ്. നമ്മളില്ലേ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇല്ലേ ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉള്ള ലക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ അവർക്കും അമ്മേന്റെ പോലത്തെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാൾവിന് 10 വർഷമായി ചെയ്തേ. ഇങ്ങനെ നമ്മൾ വർത്താനം പറയുന്ന സമയത്ത് അതെല്ലാം ഷെയർ ചെയ്യുന്നത്. അതെ, നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഡോക്ടറെ കാണിക്കല്. നമുക്ക് വാൾവിനാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മളെ കാര്യങ്ങൾ പിന്നെ നമ്മളെല്ലാവരോടും ഒപ്പം പറഞ്ഞാലും. അതെ അതെ, നമ്മളമ്മ തന്നെ കേട്ടാ, നല്ല അമ്മമ്മ, നമ്മളമ്മ തന്നെ. ഓരോന്നിങ്ങനെ വിഷയം പറയില്ല നമ്മള്, ചിരിച്ചു വീഴുന്നുണ്ട് നമ്മള്. ചേച്ചീൻ്റെ ചെക്കപ്പാട് നടക്കുന്നുണ്ട്. കുഞ്ഞിനെക്കാണെങ്കിൽ ഇപ്പുറം തന്നെയാണ്. നമ്മള് ചെക്കപ്പിന് വന്നു. എല്ലാം കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം ഡോക്ടർ പറഞ്ഞു തന്നു. അധികം ചപ്പുള്ള സാധനമാണ് നമ്മളെ നാട്ടിലെ ബ്ലഡ് കൂടാൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് കൊടുക്കാൻ, ഡേറ്റ്സ്, പിന്നെ പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. ഓന്റെ JCB ഓന്റെ വാച്ചെല്ലാം നമ്മളെ ഋഷിക്ക് ഊരി കൊടുക്കാൻ നോക്കി കേട്ടാ. എത്ര സമയം ഇവര് ഡോക്ടറെ കണ്ടിട്ട് വരുന്നവരെ ഇനി JCB കൊണ്ടേ പോകട്ടാ. അപ്പൊ അങ്ങനെ ഏച്ചിന്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ആദ്യം ഏച്ചിക്ക് ഒരു ഫുഡ് വാങ്ങി കൊടുക്കും. ആദ്യം അതാ വേണ്ട വിശന്നിപ്പോ വീട് പോകുമ്പോ. അപ്പോൾ ഇത് ചെയ്തിട്ട് 1 മണിക്കൂർ നമ്മൾ ഇവിടെ റെസ്റ്റ് എടുത്തു. ഇനി അതിൻ്റെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടെല്ലാം കാണിച്ച് നമുക്ക് കഴിക്കാം പുറത്തായിട്ട്. ടാറ്റാ. ചേച്ചിക്ക് ഇപ്പോൾ ചോറെല്ലാം കയ്യിലാണ് പറഞ്ഞുകൊണ്ട് ചായയും. എന്നാ ചേച്ചിൻ്റെ പേര് എന്തോ പറയാനില്ലേ? ചസ്ക മസ്ക വന്നാണോ? ട്രെൻഡിങ് ആയിട്ടുള്ള വന്നാണ്. ചോറ് വീട്ടിലെത്തി നമുക്ക് കഞ്ഞാക്കി വായിൽ വയറിട്ടിട്ട് ഇത് ടെസ്റ്റെല്ലാം ആക്കിയ കൊണ്ട് തൊണ്ടക്ക് കുറച്ച് വേദന എല്ലാം ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് ചായ എല്ലാം കുടിച്ചിന്. അപ്പോൾ ചോറ് നമ്മൾ പോകുന്ന വഴിക്കൊന്ന് വീട്ടിലേക്ക് വാങ്ങാന്ന്. ചോരക്കത്തല്ലേ? ഇതന്ന് അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞ കൂർക്ക. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഉരുളക്കിഴങ്ങ് പോലെയാണ്. അങ്ങനെ നാടൻ ഐറ്റംസ് മാത്രം കിട്ടുന്ന സ്ഥലമാണ്. ഈ പേരെന്ന് പറഞ്ഞേ ക്രിസ്ത്യാനി ചേമ്പ് പോലെ ഒരു പുതിയൊരു വെറൈറ്റി ചേമ്പാണ്. ചേമ്പ് കഴിയത്തില്ലേ അപ്പൊ ചേമ്പിന്റെ തോല് കളഞ്ഞില്ലേ കുഞ്ഞാല്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്. ഇത് എന്തെല്ലാം ഒരു പാലുണ്ട്, ഇതിന്റെ ഉള്ളിൽ പാലുണ്ടാവുക, വെറും പാല്. ചായ വെക്കുന്ന പാലല്ല, പാലന്നെ. വീട്ടിലേക്ക് പോകുന്ന വഴിയാ നേരത്തോട്ടെ തെറ്റില്ല. പക്ഷെ ഇവര് രണ്ടാളും വമ്പം കുഴപ്പം. അവര് വഴി വിട്ടാലേ ഇപ്പൊ പോവാൻ കഴിയും. ഞാൻ നോക്കി നിൽക്കലാണ്. മക്കള് വരുന്നുണ്ട് എന്ന് പറഞ്ഞോ. ഇതിങ്ങനെ നോക്കി ഇറയെ തന്നെ ഇരുന്നിട്ട് ഞാൻ നോക്കല അങ്ങോട്ട്. അപ്പം കാക്ക വന്ന് കാളിയിട്ട് അതിനെ അങ്ങോട്ട് ഇങ്ങനെ ആക്കലാണ്. അപ്പം അന്ന് വണ്ടി എത്തിയത്. നോക്കി നിൽക്കലാണ് ഞാൻ എൻ്റെ മോളെ. അനക്കോ ഇതുപോലെ ചെയ്തതാണ് മോളെപ്പോലെ. പിന്നെ മോള് തടിയും വർക്കത്തൊന്നും ഇല്ലാതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി. പക്ഷേ ഡോക്ടർ ആരോഗ്യമില്ലെങ്കിൽ ചെയ്യൂലല്ലോ. പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ഇതായിട്ടൊന്നുമില്ല. പിന്നെ വരുന്ന വ്യാഴാഴ്ച പോയിട്ട് അഡ്മിറ്റ് ആയാൽ പിന്നെ വെള്ളിയാഴ്ച സർജറി ഇതാവും. 2-3 ദിവസം നിൽക്കണം. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു ഡോക്ടർ. ഇന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ അളവിലെടുത്തു, ഫിറ്റ് ചെയ്യേണ്ട അതിൻ്റെ അളവും കാര്യമെല്ലാം എടുത്തു. അമ്മക്ക് ഉണ്ടായ സർജറി എന്ന് പറഞ്ഞാൽ ഇതല്ല, അമ്മേൻ്റെ വാൾവിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ 2-3-4 വർഷമായാലും ഓപ്പൺ സർജറി ഓപ്പൺ ആയിരുന്നത്. ഇത് ഓപ്പൺ അല്ല, ഇത് പ്ലാസ്റ്റിക് എന്ന ഡോക്ടറുടെ പേര്. ഒരു മറ്റേ സാധാരണ ഇത് അങ്ങനെ കളിയും കാര്യമൊന്നും ഇല്ലാത്ത അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഭയപ്പെടൊന്നുമില്ല. സമയത്തിരിക്കുക.
പിന്നെ നമ്മളുണ്ടല്ലോ ചേച്ചി എപ്പം പറയൂ നിങ്ങളെ ഒപ്പരമാണെന്ന് പറയും. അതാണ് നമ്മളെല്ലാരും ഒപ്പം ഉണ്ടാവും. ചേച്ചി എല്ലാരും വരും. കൊറേ ക്ഷീണം തോന്നുന്നു ഭക്ഷണം കഴിക്കായിട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ കഴിച്ചില്ല. അപ്പൊ നമ്മളെ സന്തോഷമായാലും നമ്മള് സങ്കടമായാലും നമ്മളെല്ലാം ഷെയർ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളെ ലൈഫിലുണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മൾ ഇതെല്ലാം കാണിക്കുന്നുണ്ടാ. ചിലപ്പോഴും പേർക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു സന്തോഷം, ഇതെല്ലാം നമ്മളൊരു ഡയറിയാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും കുന്നും കയറ്റവും ഇറക്കവും എല്ലാം ഉണ്ടാവും. നമ്മളെല്ലാം നമ്മളൊരു കുടുംബാംഗങ്ങളല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ അതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന നമ്മൾ ചേച്ചി ഇനിയിപ്പം മറ്റന്നാൾ നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലതായിട്ട് വരട്ടെ. അതെ, നല്ലതായിട്ട് വരട്ടെ. കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ വരാം.